കശ്മീർ വിഷയത്തിൽ ആരുടെയും മധ്യസ്ഥത വേണ്ടെന്ന് ഭാരതം. സംസാരിക്കേണ്ടത് പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കശ്മീരിനെ കുറിച്ച് മാത്രമാണ്. ഭീകരരെ കൈമാറുകയാണെങ്കിൽ മാത്രം ചർച്ചയാകാമെന്ന് കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ അടിച്ചാൽ ഇരട്ടിയായി തിരിച്ചടിക്കാൻ നിർദ്ദേശിച്ച് പ്രധാനമന്ത്രി. വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടത് പാകിസ്ഥാനാണ്. പ്രദീപ് പിള്ള ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രദീപ്, ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസം ഭാരതത്തോട് വെടിനിർത്തലിനായി കെഞ്ചിയത് പാകിസ്ഥാനാണ്. ഭാരതത്തിന്റെ പ്രഹരം താങ്ങാനാകാതെയാണ് ഒരു ചർച്ചയിലേക്ക് കടക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പാകിസ്ഥാൻ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നതെങ്കിലും 3:30 ചർച്ചയ്ക്ക് സന്നദ്ധത ഭാരതം അറിയിക്കുന്നത്. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും ഉറച്ചു പറയുകയാണ്, അടിക്ക് തിരിച്ചടി തന്നെ കൊടുക്കണം, വലിയ രീതിയിലുള്ള പ്രഹരം തന്നെ കൊടുക്കണം, ആഴത്തിൽ ഒരിക്കലും പാകിസ്ഥാന് മറക്കാൻ കഴിയാത്തത്ര തിരിച്ചടിയായിരിക്കണം ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത് എന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ദേവിക, വളരെ വ്യക്തമാണ് സന്ദേശം, വളരെ ശക്തമാണ് സന്ദേശം. ഇനി ഒരു ബുള്ളറ്റ് ഇങ്ങോട്ട് വന്നാൽ തിരിച്ച് തീമഴ പെയ്യിച്ചോളൂ, ഒന്നാമത്തെ നിർദ്ദേശം. 2, ലോകത്തോടായി ഞങ്ങൾക്കാരുടെയും മധ്യസ്ഥത ആവശ്യമില്ല. 3, പാകിസ്ഥാനോടായി ചർച്ച ഒറ്റക്കാര്യത്തിൽ മാത്രം. പാക് അധിനിവേശ ജമ്മു കശ്മീർ മടക്കി നൽകുക. 4, പാകിസ്ഥാനോട് സിന്ധു നദീജല കാര്യത്തിൽ തീരുമാനം നേരിട്ട്. ഭീകരവാദവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്ന് ഭീകരവാദ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവോ, എന്ന് പാകിസ്ഥാനിൽ ഭീകരവാദ താവളങ്ങൾ അടച്ചുപൂട്ടുന്നുവോ, അന്ന് നിങ്ങൾക്ക് ജലം തരാം. പാകിസ്ഥാൻ യാചിച്ചു, സമാധാനത്തിനായി കെഞ്ചി, അതുകൊണ്ടാണ് വെടിനിർത്തൽ നടപ്പാക്കിയത്. അവിടെ ഒരാളുടെയും മധ്യസ്ഥതയുണ്ടായിട്ടില്ല. ഇനി അത്തരം ഒരു മധ്യസ്ഥതയുടെ ആവശ്യം ഭാരതത്തിന് ആവശ്യവുമില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം വ്യക്തമാക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് വെടിനിർത്തൽ ഉണ്ടായപ്പോൾ പലവിധ സംശയങ്ങൾ ഉയർന്നു. ഓർക്കണം, പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ഭാരതത്തിൻ്റെ തിരിച്ചടി വൈകിയപ്പോഴും ഇത്തരം ഡൗട്ടിംഗ് ടോംസ് ഉണ്ടായിരുന്നു, സംശയാലുക്കൾ ഉണ്ടായിരുന്നു. ആ സംശയം തീർക്കുകയാണ് ഇന്നത്തെ സന്ദേശത്തിലൂടെ. മറ്റൊന്ന് വളരെ വ്യക്തമായി പറഞ്ഞത്, ബൈ ഹിറ്റിംഗ് ടെറർ ക്യാമ്പ്സ് ഓഫ് മുരിഡ് ബഹാവൽപൂരിലെ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിച്ചപ്പോൾ ഭാരതം ഒരു കാര്യം വളരെ വ്യക്തമായ പറയാൻ ആഗ്രഹിച്ചു. ISIയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ക്യാമ്പുകളാണ് ആക്രമിച്ചത്, തകർത്തത്, ചുട്ടരിച്ചത്. ഒറ്റക്കാര്യം, ആക്രമണമുണ്ടായാൽ ചെറുമീനുകൾക്ക് മുന്നാലെ പോവില്ല. ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ, തീവ്രവാദത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെ ആഞ്ഞടിക്കും എന്നുള്ളത്. മറ്റൊന്ന്, നമ്മുടെ ആക്രമണം വളരെ കൃത്യതയോടെയുള്ളതായിരുന്നു, മൂർച്ചയോടെയുള്ളതായിരുന്നു, പ്രിസൈസ് ആയിരുന്നു. റൺവേ തകർത്ത കാര്യം വ്യക്തമായി പറയുന്നു. റാഹിം യാർ ഖാൻ എയർബേസിലെ റൺവേ അടക്കം തകർത്ത കാര്യം ഇന്ന് നമ്മൾ ഔദ്യോഗികമായി പറയുകയാണ്. ജനം TV അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 90 മിനിറ്റ് നീണ്ട ആക്രമണം, ബ്രഹ്മോസ് മിസൈൽ വർഷിച്ച നാശം, 4 എയർബേസുകളടക്കം പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ 11 സൈനിക വ്യോമ കേന്ദ്രങ്ങളിൽ ബ്രഹ്മോസ് മിസൈൽ താണ്ഡവമാടിയപ്പോൾ തകർന്നു വീണത്. ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ മുന, പ്രതിരോധിക്കാനുള്ള പാകിസ്ഥാന്റെ കരുത്ത്, ചെറുത്തു നിൽക്കാനുള്ള പാകിസ്ഥാന്റെ ആത്മവിശ്വാസം, തിരിച്ചടിയെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത വിധം തകർത്തെറിഞ്ഞു പാകിസ്ഥാന്റെ ആത്മവിശ്വാസം. പാകിസ്ഥാൻ കെഞ്ചി, കരഞ്ഞു, ഓടിപ്പോയി US എന്നുള്ളത് വാസ്തവമാണ്. പാകിസ്ഥാന്റെ സൈനിക മേധാവി തന്നെ അമേരിക്കയെ സമീപിച്ചു, എന്നിട്ട് യാചിച്ചു ഇടപെടണം, രക്ഷിക്കണമെന്ന്. അവർക്ക് കിട്ടിയ നിർദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ നേരിട്ട് പോയി ചോദിക്കൂ. അങ്ങനെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാൻ ഹോട്ട്ലൈനിലൂടെ ഭാരതത്തിൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലുമായി ബന്ധപ്പെടുന്നതും. ഭാരതം ഭരണ നേതൃതലത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം ശരി, അന്തസ്സോടെ, സൗമനസ്യത്തോടെ, വിശാല മനസ്കരായി, ഉദാര മനസ്കരായി സമ്മതിച്ചു വെടി നിർത്താം. പക്ഷേ ഇനി ഉണ്ടാവുന്ന ഒരു പ്രകോപനം, ഇനിയൊരു ഷെല്ല് പോലും ഇപ്പുറത്തേക്ക് പതിക്കരുത്, ഇനി ആവശ്യമില്ലാത്ത ഡ്രോൺ പറത്തരുത്, ഇനി ഭീകരരെ കടത്തിവിടരുത്, ഇനി ഭീകരർക്ക് താവളമൊരുക്കരുതെന്ന താക്കീതോടുകൂടി, വ്യക്തമായ സന്ദേശത്തോടു കൂടി ഭാരതം വെടിനിർത്തലിന് സമ്മതിച്ചു. അതിനുശേഷവും പാകിസ്ഥാൻ തനി സ്വഭാവം കാണിച്ചു. സന്ധ്യയ്ക്ക് ശേഷം വീണ്ടും ഷെൽ വർഷമുണ്ടായി, ഡ്രോൺ ആക്രമണ ശ്രമമുണ്ടായി. അങ്ങനെ വീണ്ടും തിരിച്ചടിക്കുകയും ഒരിക്കൽ കൂടി ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വന്ന് വ്യക്തമാക്കി, ഇതിനെ അപലപിച്ചുകൊണ്ട് ഇനി അനങ്ങിയാൽ തിരിച്ചടി ഉണ്ടാവും. അതിൻ്റെ രൂക്ഷത, അതിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് താങ്ങാനാവുന്നതിലും അധികമാകും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ വെടിനിർത്തലിന് ശേഷം ഇന്ന് പുലർച്ചെ ഒരുപക്ഷെ അർദ്ധരാത്രിക്ക് ശേഷം പാകിസ്ഥാന് കാര്യങ്ങൾ മനസ്സിലായി, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭരണ നേതൃത്വത്തിൻ്റെ പിടിയിൽ നിന്നകന്ന്
സ്വന്തം അജണ്ട തീരുമാനിച്ച് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഭീകര ISI സൈനിക നേതൃത്വത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാവാം, അതല്ലെങ്കിൽ താൽക്കാലികമായി അവർ മാളത്തിൽ ഒളിച്ചതാവാം. ഒരു കാര്യം ഉറപ്പാണ്, പാകിസ്ഥാൻ കാണിച്ചത് അതിസാഹസമാണ്. പാകിസ്ഥാൻ സർവനാശത്തിലേക്കുള്ള വഴിയാണ് തുറന്നത്. അതിലൂടെ അവർ പകുതി ദൂരം പോയി കഴിഞ്ഞിരുന്നു. ഭാരതം അവരെ തടുക്കുന്നതിൽ പകുതി ദൂരം മുന്നേറിയും കഴിഞ്ഞിരുന്നു. ഇതൊരു സൗജന്യമാണ്, സൗമനസ്യമാണ്, ഭാരതത്തിൻ്റെ ഭിക്ഷയാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായിരുന്നു ശരി. കാരണം ആക്രമണമുന അവർക്ക് അവരുടെ എയർഫോഴ്സിനെ കുറിച്ച് വലിയ അഭിമാനമായിരുന്നു, വലിയ അഹങ്കാരമായിരുന്നു. ഭാരതത്തെ തകർക്കുമെന്ന് അമേരിക്കയിൽ നിന്നും മറ്റും സമാഹരിച്ചു വച്ചിരുന്ന വിമാനങ്ങൾ, ചൈനീസ് സഹായത്തോടെ സമാഹരിച്ചു വച്ചിരുന്ന ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാം എന്നൊരു ധാരണയുണ്ടായിരുന്നുവെങ്കിൽ അതാദ്യം തകർക്കുകയാണ് ഭാരതം ചെയ്തത്. മറ്റൊന്നും ആലോചിക്കുന്നതിന് മുമ്പ് എയർബേസുകൾ അടക്കം, റൺവേകൾ പ്രതിരോധ കേന്ദ്രങ്ങൾ അടക്കം, റഡാർ കേന്ദ്രങ്ങൾ അടക്കം തകർത്തു. അവ പ്രവർത്തിക്കാനാവാത്ത വിധം നാമാവശേഷമാക്കി. അതിനുശേഷമാണ് ശരി വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കാമെന്ന് ഭാരതം പറഞ്ഞത്. വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടായത്, വെടിനിർത്തൽ നിർദ്ദേശമുണ്ടായത്, വെടിനിർത്തൽ അഭ്യർത്ഥനയുണ്ടായത്, വെടിനിർത്തൽ അപേക്ഷയുണ്ടായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. കൃത്യമായി ബോധ്യപ്പെട്ടു പ്രതിരോധിക്കാൻ പോലും പറ്റത്തില്ല, സ്വന്തം നാട്ടിലെ ജനങ്ങളെയോ സ്വന്തം ജീവൻ പോലും രക്ഷിക്കാനാവില്ല എന്ന് ഭരണ നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു, സൈനിക നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ കെഞ്ചി വന്നതും ഭാരതം സമ്മതിച്ചതും. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പറയുകയാണ്. അതിനുമപ്പുറം ചില വ്യാഖ്യാനങ്ങൾ വന്നു, ചില മാധ്യമങ്ങളിൽ ചില വിശകലനങ്ങൾ വന്നു, ചില വിലയിരുത്തലുകൾ വന്നു. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹവും കാണിച്ചു ഒരു അതിസാഹസം. ഭാരതം എന്തെങ്കിലും ഔദ്യോഗികമായി പറയുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തു, ഇരു രാജ്യങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് സമാധാനത്തിനായി അവർ സമ്മതിച്ചു. അതായത് അദ്ദേഹം ലോക സമാധാനത്തിനായി എന്തോ വലിയ കാര്യം ചെയ്ത മട്ടിലായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റ്. അദ്ദേഹത്തിന് കൂടി ഉള്ള മറുപടിയാണ് ഇന്ന് പ്രധാനമന്ത്രി മോദിയുടേതായി പുറത്തു വരുന്ന പ്രതികരണം. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് ആരുടെയും മാധ്യസ്ഥ്യം ആവശ്യമില്ല, മീഡിയേറ്റ് ചെയ്യാൻ ആരും വരണ്ട, മീഡിയേറ്റ് ചെയ്യാൻ ഒന്നുമില്ല, ചർച്ച ചെയ്യാനും ഒന്നുമില്ല, സിംഗിൾ പോയിന്റ് അജണ്ടയുള്ളൂ ഇനിയുള്ള ചർച്ചകൾക്ക്. POJK, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീർ, അത് മടക്കി തരൂ, അതേക്കുറിച്ച് ചർച്ചയാവാം എപ്പോൾ എങ്ങനെയെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ജലം വേണമെന്നുണ്ടെങ്കിൽ നിർത്തൂ, നിങ്ങൾ ടെറർ ഫാക്ടറികൾ, തീവ്രവാദ കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടു, നേർക്ക് നേരെ നിന്ന് ആണുങ്ങളെ പോലെ ഡീൽ ചെയ്യൂ, അന്നാവാം നമുക്ക് മുന്നോട്ടുള്ള ചർച്ച, മുന്നോട്ടുള്ള നീക്കങ്ങൾ. ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക. ദേവിക, അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ് പ്രതിഭ. ബ്രഹ്മോസ് മിസൈലുകളിൽ നിലം പരിശായിരിക്കുന്നു. പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർന്നത് 4 വ്യോമ താവളങ്ങളാണ്. റാവൽപിണ്ടിയിൽ ആക്രമണം നടത്തിയതിനും കൂടി ഒരു ഘട്ടത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുന്നു. ദേവിക, ഞാൻ ഇതാണ് പറഞ്ഞു വയ്ക്കാൻ തുടങ്ങിയത്. പാകിസ്ഥാനിൽ എന്തൊക്കെയാണ് തകർത്തതെന്ന് നമുക്ക് ഇനിയിപ്പോൾ എണ്ണി പറയാൻ. കാര്യം അതിൻ്റെ വ്യക്തമായ സൂചന പാകിസ്ഥാൻ തന്ന സാഹചര്യത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 90 മിനിറ്റ് നീണ്ട ടാർഗറ്റഡ് സ്ട്രൈക്സിലൂടെ തകർന്നത് ആകാശത്ത് വ്യോമ മേഖലയിൽ സുപ്പീരിയോറിറ്റി, അതല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവ് തകർത്തു. 1. 2, ദേശീയ പ്രതിരോധം ഏകോപിപ്പിക്കാനുള്ള സംവിധാനം തകർത്തു. 3, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യാക്രമണത്തിനുള്ള ശേഷി നശിപ്പിച്ചു. ഇതോരോന്നും ക്രിട്ടിക്കലായി, അതുകൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലായി, സൈക്കോളജിക്കലായി, തന്ത്രപരമായും മാനസികമായും പാകിസ്ഥാനെ തളർത്തി തകർത്തു. ഇനി എണ്ണി നമുക്ക് പറയാം. ദേവിക പറഞ്ഞില്ലേ, റാവൽപിണ്ടി, ചക്ലാല എയർബേസ്, നൂർഖാൻ എയർബേസ്, അത് പാകിസ്ഥാൻ്റെ എയർ ലോജിസ്റ്റിക്സിൻ്റെ വ്യോമ നീക്കത്തിൻ്റെ ഹൃദയത്തിലാണ് ആ ആക്രമണം ചെന്ന് തറച്ചത്. ഉന്നതതല മിലിറ്ററി ഏകോപനത്തിനുള്ള സംവിധാനം തകർത്തിരിക്കുന്നു. ഇസ്ലാമാബാദിന് ഏറ്റവും അടുത്തുള്ള എയർബേസാണ് ഈ നൂർഖാൻ എയർബേസ്. VIP യാത്രകൾക്കും മിലിറ്ററി ലോജിസ്റ്റിക്സിനും ഉപയോഗിക്കുന്ന എയർബേസാണ് നൂർഖാൻ എയർബേസ്. തകർത്തു. പാകിസ്ഥാൻ വ്യോമസേനയും പാകിസ്ഥാൻ്റെ ഭരണ സൈനിക നേതൃത്വവും തമ്മിലുള്ള ഏകോപനവും ആശയവിനിമയമാണ് അവിടെ തകർത്തത്. 2, PAF പാകിസ്ഥാൻ എയർഫോഴ്സ് ബേസ്, റഫീഖി ഷോർകോട്ടുള്ള പാകിസ്ഥാൻ എയർഫേസ് അവരുടെ വളരെ നിർണായകമായ ഫൈറ്റർ ബേസാണ്. മുൻനിര കോമ്പാറ്റ് സ്ക്വാഡ്രണുകൾ അവിടെയാണുള്ളത്. അവിടുത്തെ എയർക്രാഫ്റ്റ് ഷെൽട്ടറുകൾ, റൺവേ ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു തരിപ്പണമാക്കി. പ്രത്യാക്രമണത്തിനുള്ള ശേഷി അതോടെ നശിപ്പിച്ചു. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ വ്യോമാക്രമണ കുന്തമുന നശിപ്പിച്ചിരിക്കുന്നു. 3, മുറിദ് എയർവേസ്, പാക് പഞ്ചാബിലെ മുറിദിനെ ലക്ഷ്യമിട്ടതോടുകൂടി പാകിസ്ഥാൻ ചെയ്തത് അവരുടെ നിർണായകമായ പരിശീലന, മിസൈൽ സ്റ്റോറേജ്,
മിസൈൽ സ്റ്റോറേജ് ചെയ്യുന്ന ഹബ്ബാണ് നശിപ്പിച്ചത്. പാകിസ്ഥാന്റെ ദീർഘകാല എയർഫോഴ്സ് റെഡിനെസ് നശിപ്പിച്ച് നാമാവശേഷമാക്കി. പാകിസ്ഥാന്റെ പൈലറ്റ് ട്രെയിനിങ് സ്കീം അടക്കം തകർത്തു കളഞ്ഞു ഈ അറ്റാക്കിലൂടെ. 4 സുക്കൂർ എയർബേസ്, സിന്ധിലെ സുക്കൂർ എയർബേസ്, ഭാരതം സുക്കൂർ എയർബേസ് നശിപ്പിച്ചതുകൊണ്ട് അവരുടെ ദക്ഷിണ വ്യോമ ഇടനാഴി മുറിച്ചു കളഞ്ഞു. സുക്കൂർ ആയിരുന്നു ഏറ്റവും നിർണായകം. സിന്ധിലേക്കും ബലൂചിസ്ഥാനിലേക്കുമുള്ള നീക്കത്തിൻ്റെ ഏറ്റവും നിർണായകമായ കേന്ദ്രമായിരുന്നു സുക്കൂർ എയർബേസ്. അത് തകർത്തു. സിയാൽകോട്ട് എയർബേസ്, ഈസ്റ്റേൺ പഞ്ചാബ്, അതായത് കിഴക്കൻ പഞ്ചാബിലെ പാകിസ്ഥാനിലെ സിയാൽകോട്ടിലുള്ള ഭാരതത്തിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്നതാണ് സിയാൽകോട്ട് എയർബേസ്. ഇത് മുന്നോട്ടുള്ള ആക്രമണത്തിനുള്ള ബേസായി പ്രവർത്തിച്ചിരുന്നു. ജമ്മു കാശ്മീരിലേക്കുള്ള ഇവരുടെ പല ആക്രമണങ്ങളും അവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞിരുന്നത്, അവിടെ നിന്നാണ് പുറപ്പെട്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരെ ആ ഒരു ഭാഗം അടച്ചു കളഞ്ഞു പാകിസ്ഥാനെ. 6 പർസൂർ എയർ സ്ട്രിപ്പ്, പാകിസ്ഥാൻ പഞ്ചാബിലെ ചെറുതാണ് എയർബേസ്, പക്ഷേ നിർണായകമായ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻസുകളിൽ വലിയ പങ്ക് വഹിച്ചിരുന്നതാണ്. 7 ചുനിയാൻ റഡാർ സപ്പോർട്ട് ഇൻസ്റ്റലേഷൻ.